നമ്മുടെ ശ്രദ്ധയിലിരിക്കുക 138 സങ്കീർത്തനം ഭക്തനായ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണെന്ന് കാണുന്നു. ഇന്ന് പകൽ ആ സങ്കീർത്തനത്തിന്റെ എല്ലാ വാക്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവിനെ ഏൽപ്പിച്ച ഒരു വാക്യം മാത്രം, 1-2 വാക്യങ്ങൾ മാത്രം അതിൽ നിന്ന് നിങ്ങളെ ഓർപ്പിച്ച് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഈ പകൽ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. 138 സങ്കീർത്തനം അതിന്റെ 7-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവിടെ എന്നെ ജീവിപ്പിക്കും. ഈ ജൂലൈ മാസം 12-ാം തീയതി കർത്തൃസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ വല്ലാത്ത കഷ്ടവും വല്ലാത്ത പ്രയാസങ്ങളും ഇതുവരെ അനുഭവിക്കാത്ത ഭാരങ്ങളും അനുഭവിച്ചിട്ട് എങ്ങനെ അടുത്ത ചുവട് വെക്കണമെന്നറിയാതെ ഭാരം അനുഭവിച്ച ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നെങ്കിൽ വിശുദ്ധ ബൈബിൾ വളരെ കൃത്യമായി പറയുന്നു, നീ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പലരും കഷ്ടത വരുമ്പോൾ തീർന്നു പോകും, പലരും കഷ്ടത വരുമ്പോൾ തകർന്നു പോകും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആത്മഹത്യകൾ ഈ ദിവസങ്ങൾ നടക്കുക. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് രക്ഷപ്പെട്ട പലരും ഈ ദിവസങ്ങളിലുണ്ട്. അവരോടൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ, രക്ഷപ്പെട്ടവരോട് ചെന്ന് ചോദിക്കുമ്പോ അവർക്കൊക്കെ പറയാനുള്ള ഒറ്റ വാക്കിലേ ഉള്ളൂ, ഈ കഷ്ടത സഹിക്കാൻ വയ്യ, ഈ പ്രതികൂലം സഹിക്കാൻ വയ്യ, അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. നമുക്ക് കഷ്ടത ഇല്ലാഞ്ഞിട്ടാണോ? നമുക്ക് കഷ്ടതയില്ലേ? നമുക്ക് പ്രതികൂലമില്ലേ? നമുക്ക് കടഭാരമില്ലേ? എന്നിട്ടും ഇന്ന് പകലിലും ബലത്തോടെ വന്നു നിൽക്കാൻ കാരണം നമ്മുടെ ഉള്ളിൽ ദൈവാത്മ ഒരു ബലം തന്നു. കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും ദൈവം എന്നെ വീണ്ടും ജീവിപ്പിക്കും. ഈ രാവിലെ വിശ്വസിക്കണം പ്രിയമുള്ളവരെ, ഇന്നത്തെ പുതുതലമുറയിലെ സുവിശേഷകർ പലരും പ്രസംഗിക്കുന്നത് ഒരു ദൈവവൈദ്യന് കഷ്ടത ഇല്ലെന്നാണ്. പക്ഷെ വിശുദ്ധ ബൈബിൾ വളരെ കൃത്യമായി പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കഷ്ടം ഉണ്ട്. ആ കഷ്ടത എന്ന് വരെ ഉണ്ട്? കർത്താവ് എന്ന് വരുന്നോ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകം വിട്ട് എന്ന് പോകുന്നോ അതുവരെയും നമുക്ക് എന്തുണ്ട്? കഷ്ടതയുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവിടെ തന്നെ ജീവിപ്പിക്കും. കഷ്ടതയുടെ നടുവിൽ നടക്കുക. ഇതേ സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അറിയുന്ന വാക്യമാണ് 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. 23-4 സങ്കീർത്തനം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. അപ്പം നടക്കുന്നത് നല്ല വെളിച്ചത്തിലൊന്നുമല്ല. നമ്മുടെ എല്ലാ വീടുകളിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ടോ? നമുക്ക് പല വലിഞ്ഞെരുക്കങ്ങളില്ലേ, പല കഷ്ടങ്ങളും ഇല്ലേ? പക്ഷെ എന്നിട്ടും മറ്റുള്ളവരെല്ലാം നടക്കുന്നതിനേക്കാൾ നന്നായി നടക്കാം. ഭക്തൻ പറയുക, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. മലയാള വേദ പുസ്തകം കൂരിരുൾ താഴ്വര എന്ന് പറയുമ്പോൾ മറ്റൊരു ട്രാൻസ്ലേഷൻ എങ്ങനെയാണ്? വാലി ഓഫ് ബാക്ക, മരണനിഴലിന്റെ താഴ്വര. മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി കഷ്ടത സഹിച്ച് ഞാൻ നടക്കേണ്ടി വന്നാലും ഹല്ലേലൂയ നടത്തുന്ന ഒരു കരമുണ്ട്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടും കൂടെ. അപ്പൊ കേൾക്കണം, കഷ്ടതയുടെ നടുവിൽ കർത്താവ് നമ്മെ ഒറ്റയ്ക്ക് വിടില്ല. വിശ്വസിക്കാമോ? കഷ്ടത വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, അതിൽ ദൈവം നമ്മെ ഒറ്റയ്ക്ക് വിടില്ല. ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല, ഒരിക്കലും ഞാൻ നിന്നെ വിട്ടുപിരിയില്ല എന്ന് പറയുന്ന പലരും മരണം കൊണ്ട് മാറിപ്പോകും. ചിലര് ജീവിതയാത്രയിൽ കാലങ്ങൾ പലത് കഴിയുമ്പോൾ പുതുമകൾ നഷ്ടപ്പെടുമ്പോൾ ഇട്ടേച്ചു പോകും. പക്ഷെ എന്റെ കർത്താവുണ്ടല്ലോ,
അവൻ പറയുകയാ, ഭക്തൻ പറയുകയാ, കൂരുകളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും, മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി കഷ്ടത ഞാൻ സഹിക്കേണ്ടി വന്നാലും എനിക്ക് ഭയമില്ല. കാരണം എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവസഭയെ, നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആരും കൂട്ടിനില്ലെങ്കിലും, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ മക്കളോ അമ്മയപ്പന്മാരോ ആരും കൂട്ടിനില്ലെങ്കിലും നമ്മോട് കൂട്ടായി വരുന്നൊരു ദൈവ സാന്നിധ്യം. ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി, ആരോഗ്യമുള്ളവരൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. നമ്മള് ഒരു എട്ട് പേര്, 4 പേര്, 4 അപ്പനും അമ്മയും ഇല്ലാത്ത 4 മക്കളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേക്ക് കെയർ ചെയ്യുന്നു. അപ്പോ ഇന്നലെ ആ കുഞ്ഞുങ്ങൾ പാർക്കുന്നതിനടുത്ത് അവർക്കൊരു സഹായിയായിരുന്ന ഒരാഴ്ച പെട്ടെന്ന് മരിച്ചു. എനിക്ക് ഇന്നലെ പകലും രാത്രി മീറ്റിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പോകാനൊക്കില്ല. അനുഭവമുള്ളൊരു അങ്ങോട്ടൊന്നും ഞാൻ പിന്നെ ഒരു വൈകിട്ടെങ്കിലും ഒരു വൈകിട്ടും ഒന്നുമില്ല, ഇന്ന് രാവിലെ. അപ്പോ ഇന്നലെ രാത്രി അല്പം അധിക സമയം എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധിക സമയം പ്രാർത്ഥിക്കാൻ കർത്താവിലേക്ക് ഏകദേശം 10 മണി കഴിഞ്ഞപ്പോഴാണ് വീടെത്തുന്നത്. അതിനുശേഷം ഇത് പ്രാർത്ഥിക്കാൻ കർത്താവ് വെച്ചു. ആ സമയത്ത് എന്റെ ഉള്ളിൽ ദൈവം നമ്മളൊരു ചിന്ത, ഊരുകളുടെ താഴ്വരയിൽ കഴിഞ്ഞ ദിവസം ആ മരിച്ചുപോയെന്നുള്ള സഹോദരി ഒരു കേടുമില്ലാതിരുന്ന നമ്മുടെ എന്റെ നാടാശാരി പയറുപടി പോലെ നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കേടുമില്ല. പ്രസംഗിക്കണോ പ്രസംഗിക്കും, പാടണോ പാടും, പരസ്യവും നടത്തും. ഒരാഴ്ച പാസ്റ്റിലും നഷ്ടമൊന്നുമില്ല, നന്നായിട്ട് പ്രസംഗിക്കും. പാഷന്മാരെ പ്രസംഗിക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് പ്രസംഗിക്കും. അങ്ങനെ വെള്ളിയാഴ്ച രാത്രി പെട്ടെന്നൊരു ശ്വാസമുണ്ടായി. പാവച്ചമ്പലത്ത് ഉള്ള ശാന്തികളാന്ന് ഒരാശുപത്രി അവർ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നവർ വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അതേ ആശുപത്രിയിലെ ആംബുലൻസിൽ കയറ്റി ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പിടച്ചു ആളുകൾ. ഇന്ന് പകലിൽ നന്ദിയോടെ കേൾക്കുന്ന ഈ കൊച്ചു കൂട്ടത്തോട് കർത്താവ് എന്ന വചനം എന്ന ഉറപ്പിൽ ഞാൻ പറയട്ടെ, ആര് നിന്റെ നേരം മുഖം മറച്ചാലും, ഏത് വലിയ കഷ്ടതയുടെ നടുവിൽ നീ ചെന്ന് വീണാലും, ഏത് കൂരുകളുടെ താഴ്വരയിൽ നീ പോകേണ്ടി വന്നാലും, നിന്നെ നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലിന് അത് ശക്തമാണ്. അതിന് യാതൊരു കുറവും വന്നിട്ടില്ല. കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവിടെ തന്നെ എന്തെയും ജീവിപ്പിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അടുത്ത് പറയുന്നു, അവിടെ തന്നെ എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ. അപ്പൊ ശത്രു ഉണ്ട് നമുക്ക്, അല്ലെ? ശത്രു ഉണ്ടോ? നമുക്ക് ശത്രു ഉണ്ടോ? ശത്രുണ്ടോ? ഉണ്ടെന്നോ? നമ്മുടെ രാഹുൽ അല്ല, രാഹുൽ ഓൺലൈനിലുള്ള അദ്ദേഹം കേൾക്കുന്നുണ്ട്. രാജസോഹൻ ശത്രുണ്ടോ? ആരാ ശത്രു? ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ കൈനീട്ടുന്ന ദൈവം. സ്വന്തം ശത്രു, ഈ ശത്രു എന്ന് പറയുന്നത് പണ്ടത്തെ ഒരിട ടിവിയിലെ പരസ്യം പോലെ
കൊമ്പ് വെച്ച് വരുന്നൊരു സാധനമല്ല, മറിച്ച് മനുഷ്യന്റെ ശത്രു ആരാണെന്ന് വേഗം പറയാൻ പോകുന്നു. ഒന്ന് വേഗത്തിൽ എടുത്ത് വായിക്കണം. മീകാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. മീകാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം. മറ്റൊരാള് യിരെമ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായം. മകൻ അപ്പനെ നിന്ദിക്കുന്നു. അങ്ങോട്ട് കേൾക്കണേ. ഇപ്പോ ഇന്നത്തെ കാലത്ത് മക്കളെ ഒന്ന് നോക്കണം. ഇന്നത്തെ കാലത്ത് മക്കള് അപ്പന്മാരോട് പറയുന്നത് ഈ അപ്പനൊന്നും അറിഞ്ഞൂടാ, അപ്പനെപ്പോ അറിയാം. അല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ കാലത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ അപ്പന്മാരോട് അപ്പൻ എന്താ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ച ഒരു പ്രാവശ്യമേ ചോദിക്കുള്ളൂ. അതോടെ ചോദിക്കാനുള്ള അവസരമേ കിട്ടൂ ആ പരുവത്തിലായാലും. പക്ഷെ ഇപ്പോഴത്തെ മക്കളെ അപ്പനോട് മകൾ അമ്മയോട് എല്ലാവർക്കും ഉണ്ട്. വായിച്ചോ. പോകാനൊന്നും പറയണ്ടേ. സ്വന്തം മകൻ അപ്പനോട്, മകൾ അമ്മയോട്, മരുമകൾ അമ്മാവിയമ്മയോട് എതിർത്ത് നിൽക്കുന്നു. എതിർക്കാറുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും സ്തോത്രം എതിർത്ത് നിൽക്കുന്നു. അതിന്റെ അടുത്ത് പറയാ മനുഷ്യന്റെ ശത്രുക്കൾ. പ്രശ്നമാകരുത്. നമ്മുടെ ശത്രു ആരാണെന്ന് മനസ്സിലായോ? അപ്പൊ ഇനി ഉച്ചക്കുള്ളത് ആരാധന കഴിഞ്ഞ് ഇറങ്ങുന്നത് നിങ്ങളെന്റെ ശത്രുവാക്കുന്നു. ആരെയും നോക്കി, വീട്ടിലുള്ളവരെ ഒന്നും നോക്കി പറയരുത്. പ്രവാചകൻ എഴുതി വെച്ചതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പുറത്തു നിന്നൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മളതിനെ സില്ലിയായി തന്നെ വിട്ടുകളയും. പക്ഷെ വീടിനകത്ത് നിന്നൊരു പ്രശ്നം ഉണ്ടായാൽ, ഇപ്പൊ നമ്മുടെ മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളോട് എന്തെങ്കിലും കയർത്ത് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അതേസമയം നാട്ടുകാർ നമ്മളോട് എന്താ പറയാ, അവനെ വിവരമുള്ളവർ തള്ളിവിടാം. പക്ഷേ സ്വന്തം കുടുംബത്തിനകത്ത് നിന്ന് ഒരു ശബ്ദം വരുമ്പോ നമ്മളെ നന്നായി അറിയുന്ന, നമ്മളെ നന്നായി മനസ്സിലാക്കിയെന്ന് നമ്മൾ കരുതുന്ന മേഖലകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത വാക്കുകൾ വരുമ്പോ ബൈബിള് പറയുന്നു ഒരു ശത്രുതാ മനോഭാവം വീട്ടിനകത്ത് നിന്ന് തന്നെ ഉടലെടുക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം. സർവത്ര ഭീതി, ഞാൻ പലരുടെ ഏഷണി കേൾപ്പിക്കുന്നു. കുറ്റം ബോധിപ്പിക്കുകയും ഞങ്ങളും അവനെ കുറിച്ച് കുറ്റം ബോധിപ്പിക്കാമെന്ന നാം അവനെ തോൽപ്പിച്ച് അപ്പൊ നമ്മുടെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നതാരാ? ശത്രുവല്ല, ചങ്ങാതിമാർ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ ചങ്ങാതിമാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ നാട് ചെയ്ത് പറഞ്ഞ കൈവെള്ളയെ കൊണ്ട് നടന്ന പലരും, ഒരു കാലത്ത് നമ്മുടെ കൂടെ നടന്ന പലരും നമ്മെ മറന്നു കളഞ്ഞാലും യിരെമ്യാവ് പറയുകയാണ്, ചങ്ങാതിമാർ എന്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തിന് നടുവിൽ ബൈബിള് പറയുക, അങ്ങനെ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നിന്റെ ചങ്ങാതിമാർ, നിന്റെ വേണ്ടപ്പെട്ടവർ, അവർക്ക് നേരെ ദൈവത്തിന്റെ കൈ നീട്ടും. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞ് വേഗത്തിൽ ഹല്ലേലൂയ ഈ രാവിലെ ഞാൻ മടങ്ങി വരാം. പല വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ചെറുപ്രായം മുതലേ 10-ാമത്തെ വയസ്സ് മുതലേ ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പോകുന്നത്. ആ കാലങ്ങളിൽ പലപ്പോഴും എന്റെ കൂടെ മീറ്റിങ്ങുകൾക്കൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, എനിക്ക് വേണ്ടപ്പെട്ട ഒരു ദൈവദാസൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം എന്റെ അടുത്തൊരിക്കൽ വന്നിട്ട് പറഞ്ഞു,
പക്ഷെ കുറച്ച് പണം വേണം, ബ്രദറെ കുറച്ച് പണം വേണം, അദ്ദേഹം പാസ്സായിട്ട് ബ്രദറെ കുറച്ച് പണം വേണം. അപ്പൊ അദ്ദേഹത്തിന് വിദേശത്തേക്ക് പോകാൻ വേണ്ടി. അപ്പൊ അന്ന് ഞാനും വിദേശത്ത് മലേഷ്യയിൽ ഒരു മീറ്റിങ്ങിന് പോയിട്ട് ഞാൻ തിരിച്ചു വന്ന സമയം തുറന്നു പറയാൻ എന്തെങ്കിലും അന്ന് 4 ലക്ഷം രൂപയുണ്ട്. 4 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട്. ബൈബിള് പറയുന്നു നമ്മുടെ കയ്യിലുള്ളപ്പോൾ അർഹനായ ഒരാൾ വന്ന് ചോദിച്ചാൽ പോയിട്ട് നാളെ തരാമെന്ന് എന്ത് ചെയ്യരുത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ എന്റെ കയ്യിലുള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. പോയിട്ട് 6 മാസം കഴിയുമ്പോ ഇതെനിക്ക് തിരിച്ചു തരണം. മറ്റുള്ളവരുടെ കണക്കിൽ എന്റെ കണക്കിൽ 18 വർഷം കഴിഞ്ഞു. പക്ഷെ വാങ്ങി ആക്കിയപ്പോഴും 6 മാസമായിട്ടില്ല. വാങ്ങി ആക്കിയപ്പോഴും 6 മാസം ആയിട്ടില്ല. 8 മാസമായപ്പോൾ ഞാൻ എന്റെ പപ്പയും കൂടെ ആ വീട്ടിലേക്ക് പോയി. പൈസ ഒന്നും തരുമെന്ന് ചോദിക്കും. പേപ്പട്ടിയെ കണ്ടാൽ ആർത്തി ഇറക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരെയും ഈ വ്യക്തിയുടെ അപ്പനും കൂടെ ആ വീട്ടിൽ നാട്ടി ഇറക്കി. അല്ലാത്ത ഭാരം ഹൃദയത്തിലേറ്റു. ഇത് പകലിൽ വെറുതെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്നതല്ല, ജീവിതത്തിൽ ആ പ്രാഗൽഭ്യം നേടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. വല്ലാത്ത ഭാരമുണ്ടായി, ആരോടും പറയാൻ വയ്യ. ഞങ്ങൾക്കുണ്ടായിരുന്ന നല്ലൊരു വീട് വളരെ നിസ്സാര വിലയ്ക്ക് വിൽക്കേണ്ടി വന്നു. എല്ലാം ഈ ഒരു കാരണം നിമിത്തം ഒരുപാട് നഷ്ടങ്ങൾ വന്നു ഭവിച്ചു. പക്ഷെ സംഭവിച്ചത് കേൾക്കണോ? ചില നാടുകൾ കഴിഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹത്തെ വിളിക്കാതായി. എനിക്ക് വിളിക്കുമ്പോ ഒരു വിഷമം. എന്നാലും എന്നെ വഞ്ചിച്ചത് അതാണ് പ്രശ്നം. ചില നാളുകൾ കഴിഞ്ഞ് ഒരിക്കൽ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സഭയുടെ ശുശ്രൂഷകനായ പക്ഷേ അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം, അദ്ദേഹം വല്ലാത്തൊരു അനുഭവത്തിലാണ് പോകുന്നത്. നമ്പർ തന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്റെ ശബ്ദം കേട്ടതേ മറുതലയ്ക്കൽ വല്ലാത്ത തേങ്ങലുകൾ. എന്നോട് ഇത്രയും മാത്രം പറഞ്ഞു, മനു നിനക്ക് എന്റെ അടുത്ത് വരെ ഒന്ന് വരാൻ പറ്റുമോ? എന്റെ ഭാര്യയെ വീട്ടേച്ചു പോയി. ഞാനിപ്പോ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, എറണാകുളം അമൃത ആശുപത്രിയിൽ പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റായി കിടക്കുന്നത്. എനിക്ക് മരുന്ന് എടുത്തു തരാൻ പോലും എന്റെ അടുത്ത് ആരും എനിക്കില്ല. സ്വാഭാവികമായും 2 സ്തോത്രം പറയേണ്ടവരാണ്. കാരണം എന്റെ കയ്യിൽ പൈസ വാങ്ങി പറ്റിച്ചതല്ലേ. പക്ഷെ ഇത് കേട്ടപ്പോ മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നി. ഞാൻ എന്റെ അന്ന് ലിനുമോളില്ല, സനുണ്ടോ? സനുവിനെ മൂത്ത 2 മക്കളെയും വീട്ടിലേൽപ്പിച്ചു. മക്കളെ വീട്ടിലേൽപ്പിച്ചു. അവിടേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. കാരണം അവൻ അമ്മാതിരി പണിയാണല്ലോ നമുക്ക് തന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നും പറഞ്ഞു മക്കളെ 2 പേരെയും വീട്ടിലേൽപ്പിച്ച് നേരെ അമൃത ആശുപത്രി. അവിടെ ചെന്നപ്പോൾ തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് ഒരു ട്യൂബൊക്കെ ഇട്ട് വല്ലാത്തൊരു പരുവത്തിൽ കിടക്കുന്ന മനുഷ്യൻ. സകല മാനവമഹത്വം കർത്താവിനെ അർപ്പിച്ചു പറയട്ടെ. 7 ദിവസം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾക്ക് 2 പേർക്കും ദൈവം പറഞ്ഞു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഇന്ന് പണം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ചെന്നാൽ അദ്ദേഹം ഉടനെ പിടിക്കും. വികാസം ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്നും നല്ലൊരു ബന്ധമുണ്ട്. പക്ഷെ നാട്ടിലൊരു ചൊല്ലി പറയുന്നത് ചൂടുവെള്ളത്തിൽ വീണ വലിയ പൂച്ചയെന്നോ പച്ചവെള്ളം കണ്ടാലും പേടിക്കൂ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം വീണ്ടും അടുത്ത് വരുമ്പോൾ നമുക്കൊരു പേടിയാണ്, എന്താ പോകുന്നത്. അതുകൊണ്ട് ഒരകലം വിട്ടിങ്ങനെ അദ്ദേഹത്തോട്
ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവരെന്ന് നാം കരുതുന്നവർ ഒരുപക്ഷെ നമ്മുടെ നന്മകൾ അപഹരിച്ചേക്കാം. നിരാശപ്പെടരുത്. നമുക്ക് വിരോധമായി എഴുന്നേറ്റേക്കാം. നിരാശപ്പെടരുത്. കാരണം 3.5 വർഷം കൂടെ കൊണ്ടു നടന്ന ഹല്ലേലൂയ യൂദ എന്ന് പറയുന്ന യേശുവിന്റെ ശിഷ്യൻ തന്നെയാ യേശുവിനെ ഒറ്റ കൊടുത്ത്. ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റ കൊടുക്കുമ്പോ വഞ്ചകാനി പോയ നല്ല യേശു പറഞ്ഞ്, സ്നേഹിത, ചുംബനം കൊണ്ടോ ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നതെന്നാണ് യേശു യൂദയോട് ചോദിച്ചത്. ഇന്ന് പകൽ ആ നല്ല മാതൃക നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കാരോടും പിണക്കം വച്ചോണ്ടിരിക്കാൻ, നമുക്കാരോടും കയ്പ് വച്ചോണ്ടിരിക്കാൻ വിശുദ്ധ വചനം നമ്മെ അനുവദിക്കുന്നില്ല. എന്നോട് പലരും പറഞ്ഞു, അത് പോലീസ് സ്റ്റേഷനിൽ ഒരു പേപ്പർ കൊടുത്താൽ എന്ത് കിട്ടും? പണം തിരിച്ചു കിട്ടും. ഞാൻ എന്നോട് പറഞ്ഞവരോടൊക്കെ അന്നും ഇന്നും പറയുന്നൊരു വാക്ക്, ഞാൻ പരാതി കൊടുക്കേണ്ടിടത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ സമയം വരുമ്പോ ആണോ വീടാൻ തെറ്റാതെ, ആണാപ്പായി തെറ്റാതെ എന്റെ കരങ്ങളിൽ കർത്താവ് എന്തെയും മടക്കി തരും. വെറുതെ ഇത് പ്രസംഗിച്ച് നടക്കാൻ എളുപ്പമാ. നഷ്ടം സഹിച്ച് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസമാണ്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഉറപ്പോടെ പറയേണ്ട പ്രിയമുള്ളവരെ, ഈ വചനമെടുത്ത് പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പാദിക്കാമെന്ന് കരുതിയിട്ടല്ല. അതിനുമപ്പുറം ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിൽ നടക്കുമ്പോഴും ജീവിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കാമെന്ന് തിരിച്ചറിഞ്ഞ് അത് അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവിടെ നിന്ന് ജീവിപ്പിക്കും. എന്റെ ശത്രുക്കൾക്ക് ക്രോധത്തിന് നേരെ അവിടുത്തെ കൈ എനിക്ക് വേണ്ടി നീട്ടും. അടുത്ത് പറയുന്നു, അവിടുത്തെ വലക്കൈ എന്നെ രക്ഷിക്കും. ഈ വിശ്വസിക്ക്, ഈ ആഴ്ചയിൽ നീ കഷ്ടതയുടെ നടുവിൽ നടക്കുകയാണെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ ഒരു വലങ്കരം സ്വർഗം നീട്ടും. ഒരു വലങ്കരം സ്വർഗം നീട്ടും. ഇന്ന് പകൽ ആ വലങ്കരം നമുക്ക് വേണ്ടി ഉയർത്തപ്പെടുന്ന വലങ്കരമാണ്. അതുകൊണ്ടാണ് പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. 60-ാം സങ്കീർത്തനം 5-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. 60-ാം സങ്കീർത്തനം 5-ാം വാക്യം. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന്. ഇന്ന് രാവിലെ ശ്രദ്ധിച്ച് കേൾക്കണം പ്രിയമുള്ളവരെ, പ്രിയമുള്ളവർ വിടുവിക്കപ്പെടും. അപ്പൊ എല്ലാവർക്കും എന്ത് കിട്ടില്ല? വിടുതൽ കിട്ടില്ല. ആർക്ക് വിടുതൽ കിട്ടും? പ്രിയമുള്ളവർക്ക്. എങ്ങനെ പ്രിയമുള്ളവരാകാം? എങ്ങനെ നമുക്ക് പ്രിയമുള്ളവർ ആകാം? ബൈബിൾ പറയുന്നു, കർത്താവിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരോട് കർത്താവിന് പ്രിയമുണ്ട്. വചനം അനുസരിക്കുന്നവരോട് കർത്താവിന് പ്രിയമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും കൽപ്പന പ്രമാണിക്കാതിരിക്കുകയും ചെയ്താൽ അങ്ങനെയുള്ളവരെ വിളിക്കുന്നവർ കള്ളൻ എന്നാണ്. പക്ഷേ കൽപ്പന പ്രമാണിക്കുന്നവരോട് പ്രിയമുള്ള ഒരു ദൈവം, അങ്ങനെ പ്രിയമുള്ളവരെ വിടുവിക്കുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് വലങ്കരം നീട്ടും. ഈ 12-ാം തീയതി ആരംഭിക്കുന്ന ഈ ആഴ്ചയിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി ആ വലങ്കരം സ്വർഗം നീട്ടട്ടെ. നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ നിലയിൽ ആ വലങ്കരം വിടുതലിന്റെ കരമായി വെളിപ്പെടട്ടെ. എല്ലാ കരങ്ങളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ പകൽ ദൈവത്തോട് പറയാൻ, കർത്താവേ ഹല്ലേലൂയ വലങ്കരം എനിക്ക് വേണ്ടിയുള്ളത് ചലിപ്പിക്കണം. ഈ പകലിൽ ലൈവിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് സ്നേഹത്തോടെ പറയട്ടെ, ഈ ആഴ്ച കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്ന, നിന്നെ വലങ്കരം നീട്ടി രക്ഷിക്കുന്ന ഒരു നല്ല ദൈവം ഇന്ന് പകൽ നിന്റെ ഏറ്റവും അരികിൽ നിൽക്കുകയാ. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ അധരങ്ങളെ തുറന്ന്, ഹല്ലേലൂയ കണ്ണുകളുടെ അധരങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതി കരയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല കർത്താവേ, ഈ പകൽ ഈ ജനത്തോട് പറയുവാൻ അവിടുന്ന് നൽകിയ നല്ല സങ്കീർത്തനത്തിനായ സ്തോത്രം. കഷ്ടതയുടെ നടുവിൽ നടക്കുന്ന ഈ ജനത്തെ ഇന്ന് പകൽ അത് ജീവിപ്പിക്കണമേ. അങ്ങയുടെ വലങ്കൈ വരെ രക്ഷിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. മഹത്വം വെളിപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ